ചെക്ക് ഓർഗൻസ ഫാബ്രിക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഉടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫാബ്രിക്കാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഉടുത്തിട്ടുണ്ടെന്ന് പോലും ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സാരി കേട്ടോ. ഇതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി നമുക്കറിയാം, ഒരുപാട് നാൾ മുമ്പ് തന്നെ ഹാൻഡ് ക്രോസ് സ്റ്റിച്ച് നമ്മുടെ ഗ്രാൻഡ് മദേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയർ ബാഗ്സും അങ്ങനെ അതുപോലെ തന്നെ ടേബിൾ ക്ലോത്തും സാരീസിലും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് തന്നെ മെക്കനൈസ്ഡ് രീതിയിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തേക്കാണ്. അപ്പോൾ മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി സംവിധാനം ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ക്രോസ് സ്റ്റിച്ച് ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഈ സാരിയിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. റോസ് ഫ്ലവേഴ്സ് ആണ്, വലിയ റോസ് ഫ്ലവറും കുഞ്ഞു മുട്ടുകളും ഒക്കെ സ്കാറ്റർ ചെയ്തിട്ടാണ് ഇതിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ചെക്ക് ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ആ ഫാബ്രിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു ടെക്സ്ചർ ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ മൾട്ടി കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ക്രോസ് സ്റ്റിച്ച് ഡീറ്റെയിലിംഗ് ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കാണ്. ഫുൾ സാരിയിൽ എങ്ങനെയാണ് വന്നേക്കുന്നത്, പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻസ് വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ ചെക്ക് ഓർഗൻസ ഫാബ്രിക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. TOT എന്ന കോഡിൽ TOT 101 മുതലുള്ള കോഡിൽ TOT 101, 104, 105, 105 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഭയങ്കര ഹിറ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ഒരുപാട് കസ്റ്റമർ എൻക്വയറി, ഒരുപാട് പേര് യൂണിഫോമായിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് കാണിക്കാം. അതായത് TOT 101 അതുപോലെ 104 അങ്ങനെ കോഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ചെക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ ബോഡി ഫുള്ളായിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്ന സാരിയുടെ കളക്ഷനായിരുന്നു. ഈ ഒരു സാരിയുടെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവരാമോ എന്ന് ഉള്ള കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ഈ ഫാബ്രിക്കിൻ്റെ അത്രയും കട്ടിയില്ല, ഇത് കുറച്ചും കൂടി സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. ചെക്ക് ഓർഗൻസ ഫാബ്രിക് അതേ ലുക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് ക്രോസ് സ്റ്റിച്ച് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ഇനി നമുക്ക് ഈ സാരീസിൻ്റെ ഓരോന്നായിട്ട് കാണാം. ഇത് വന്നേക്കുന്നത് ഉണ്ടോ, ഈ സാരിയിൽ മൾട്ടി കളർ സാരീസ് അവൈലബിൾ ആണ്. ഇതാണ്ടോ, പിങ്ക് ഉണ്ട്, അതുപോലെ ഗ്രീൻ, യെല്ലോ ആൻഡ് പീച്ച്. യെല്ലോ ഇത്രയും, പീച്ച് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തേക്കുന്നത്. അങ്ങനെ 4 കളേഴ്സിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെ ഡിസൈൻ ഡീറ്റെയിലിംഗ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേണ്ടോ, ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. സാരിയുടെ ബോഡിയിൽ അപ്പർ പോർഷനിൽ പ്ലീറ്റിൻ്റെ പോർഷൻ വരുന്നിടത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. പല്ലു ഇതുപോലെ ഒരു 2-3 ലൈൻസ് ആയിട്ടാണ് കേട്ടോ പല്ലു വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. പ്ലെയിൻ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആൻഡ് പ്ലീറ്റിൻ്റെ പോർഷനിൽ ഇതുപോലെ പ്ലീറ്റിൻ്റെ പോർഷനിൽ ഹാഫ് ആയിട്ടാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഇത് ഒരു കളർ. ഇനി അടുത്ത കളർ കാണാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീനിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ. ആൻഡ് ആ ഒരു ചെക്ക് ഓർഗൻസയുടെ ഒരു ടെക്സ്ചർ വീവിങ് വന്നേക്കുന്നതുകൊണ്ട് ആ ഫാബ്രിക്കിന് നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. ഇതാണ് ഓപ്പൺ ലുക്ക് വരുന്നത്. ഗ്രീൻ, ഒരു ഓഫ് വൈറ്റ്, ലൈറ്റർ ഗ്രീൻ, ഒലീവ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ, ഇത്രയും കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് യെല്ലോയിൽ ഒലീവ് ഗ്രീനും അതുപോലെ തന്നെ മസ്റ്റർഡ് യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഇതെല്ലാം ഇപ്പം ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം BLD 305 കോഡിലാണ് കേട്ടോ. BLD 305 4 വേരിയൻസ് ആണുള്ളത്. പ്രൈസ് 1669 ആണ്. ഇതിനു മുമ്പ് നമ്മൾ TOT പ്രോഡക്റ്റ് 2799 ആയിരുന്നു. അതിൻ്റെ ഫാബ്രിക്കിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ 1699 പ്രൈസ് റേഞ്ചിൽ, ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആക്കിയേക്കുവാണ് കേട്ടോ. BLD 305. ഇനി BLD 304 കോഡിലും ഇതേ സെയിം കോൺസെപ്റ്റിൽ തന്നെ വരുന്ന സാരിയാണ്. ഡിസൈനിന് സ്ലൈറ്റ് വേരിയേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡിസൈനിൽ ആ ഫ്ലോറൽ പാറ്റേണിന് ചെറിയൊരു വേരിയേഷൻ. നേരത്തേത് ഫ്ലോറൽ റോസ് ഫ്ലവർ ആയിരുന്നെങ്കിൽ ഇത്
വേറൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ. അത് ഇലയും പൂവും ഒക്കെയുള്ള ഇലയും തണ്ടും ഒക്കെയുള്ള രീതിയിലാണ് ഇതിലെ ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. BLD 304 1699 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി അടുത്ത കളർ കാണാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് യെല്ലോ. യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെമൺ യെല്ലോ കളറാണ്. ഇതിൽ ഇങ്ങനെയാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് വരുന്നത്. നെക്സ്റ്റ് കളറ് ഗ്രീൻ. ഇതെല്ലാം ഈ സെയിം ഫാബ്രിക് തന്നെയാണ്, ചെക്ക് ഓർഗൻസ ഫാബ്രിക്. BLD 304 ആണ് കോഡ് വരുന്നത്. 306 ആണ്, സോറി, നേരത്തെ കണ്ടതും BLD 306 ആയിരുന്നു. പ്രൈസ് വരുന്നത് 1669. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഇനി അടുത്ത കളറും കൂടെ കാണാം. അടുത്ത കളർ വരുന്നത് പിങ്ക് കളറിലാണ്. പിങ്ക് ടോണിൽ ഇതേ ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെ നിൽക്കാം. BLD 305 ആൻഡ് 306 കോഡിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന ചെക്ക് ഓർഗൻസ ഫാബ്രിക്. പ്രൈസ്ഡ് അറ്റ് 1669. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ചന്തേരി ഫിനിഷിൻ്റെ അകത്ത് 2 ലുക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നൊരു കാഷ്വൽ ഫീൽ ലൈറ്റായിട്ട് വരുന്ന ഒരു പ്രിന്റഡ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ, ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ചും കൂടി ഒരു എലഗൻ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ് ഇത്. നമുക്ക് ആ ഒരു പ്രിന്റിനകത്ത് നമുക്കൊരു ഭംഗി വരുമ്പോൾ വേറൊരു ഭംഗിയാണ്, കുറച്ചും കൂടി ഒരു റെട്രോ ഫീലൊക്കെ എനിക്ക് ആ കളേഴ്സ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരെണ്ണമായിട്ട്. അത് തുറന്ന് ഒരെണ്ണം നമുക്ക് രണ്ടും കാണാം സൈഡ് ബൈ സൈഡായിട്ട്. ഫുള്ളി പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സബ്ലിമേഷൻ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ സ്ലീവിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ലുക്ക്. നല്ല ഭംഗിയുള്ള ഒരു പീച്ചി ഷെയ്ഡിലാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് സ്കാറ്റർ ആയിട്ടും വരുന്നുണ്ട്. നെക്കിന് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ, അത് ബുള്ളിയൻ നോട്ട്സും സീക്വൻസും ലേസി സ്റ്റിച്ചിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബേസ് കളറിൻ്റെ തന്നെ ഒരു ഷെയ്ഡിങ് ഫീൽ നമുക്കവിടെ വരുന്നുണ്ട്. സെയിം ഷെയ്ഡ് തന്നെയാണ് സറ്റൂൺ ബോട്ടം. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. സാറ്റിൻ ജോർജറ്റിനകത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ്. അതും സ്കാറ്റേഡ് ആയിട്ടുള്ള വർക്കിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. സോഫ്റ്റ് ടു ക്യാരി, വെരി കംഫർട്ടബിൾ. വൺ ഓഫ് ദി വെരി എന്താ പറയുക, നമ്മൾ ഒരുപാട് ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു ബേസ് മെറ്റീരിയൽ ഒന്നെങ്കിൽ ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് ആണ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. സെക്കൻഡ് ലുക്ക് ഇതും എംബ്രോയിഡറി ഡീറ്റെയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു സെയിം കളറിന്റെ തന്നെ അല്ലേ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അവള് ഒരു നമ്മുടെ ഡെയ്സിയും ബുള്ളിയൻ നോട്ടും പിന്നെ എഡ്ജ് പോർഷനിലായിട്ട് അല്ല നമ്മുടെ ഔട്ട്ലൈൻ ആയിട്ട് ഒരു കാന്ത ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സീക്വൻസും ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഡീപ്പ് വീനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലീറ്റ്സ് പോലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് ഇത് ബോട്ടം സെറ്റൂണാണ് വരുന്ന ബോട്ടം. ജോർജറ്റിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ദുപ്പട്ടയും. അതിൻ്റെ ഒരു സ്കാറ്ററിങ് ഡീറ്റെയിലിംഗ് കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ദുപ്പട്ടയിൽ. അതിൻ്റെ ഒരു ഷെയ്ഡ് ആക്ച്വലി നമുക്കൊരു ബേജിനകത്ത് ഒരു ഗ്രീൻ ടിൻറ്റ് വരുന്ന പോലത്തെ ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു റെയർ കളറാണ്. ആൻഡ് ഞാൻ എടുത്തതിൻ്റെ ഇത് 199 റേഞ്ചാണ് വരുന്നേക്കുന്നത്. SBP 236 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിനകത്തും ആ ബേസ് കളറിൻ്റെ കോമ്പിനേഷൻസിലാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി പ്രിൻ്റ് ആക്ച്വലി കുറച്ചും കൂടി ഒരു ലൈറ്റ് ഫീലിലാണ് ചെയ്തേക്കുന്നത്. അതാണ് അതിൻ്റെ ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ലുക്ക് വരുന്നത്. ദിസ് ഈസ് ദി ഹോൾ ലുക്ക്. ഒരു പിങ്ക് ഷെയ്ഡ്, ആ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ തന്നെയാണ് ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള എംബ്രോയിഡറി. സെക്കൻഡ് പീസ് ദുപ്പട്ട അതിൻ്റെ PVയുടെ ഒരു മെറ്റീരിയൽ ആട്ടോ. ചിലതിനകത്തൊക്കെ വേരിയേഷൻസ് വരാറുണ്ട് കേട്ടോ. നമ്മൾ ഒരു കളർ മാച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് വരുന്ന ചെറിയ വേരിയേഷൻസ് ഒക്കെയാണ്. മോസ്റ്റ്ലി അതിനകത്ത് സാറ്റൂണാണ്, അതിൽ PV ആണ് ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഞാൻ എൻ്റെ ഡിസൈനിൽ നമുക്കൊരു പിങ്കിഷ് പീച്ച് ടോണാണ്. മുന്നേ കണ്ടതായിരുന്നു കുറച്ചുകൂടെ പീച്ചിഷ്. ഇതൊരു പിങ്കിൻ്റെ ടോണാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ലുക്ക്. ബോട്ടം സെയിം ഷെയ്ഡ് തന്നെയാണ്. ദിസ് ഇസ് ദി ദുപ്പട്ട. നല്ല ഡീപ്പായിട്ടുള്ള റൗണ്ട് നെക്ക്, നമുക്ക് വൈഡും റൗണ്ടും ആയിട്ടുള്ള നെക്കാണ് ചെയ്ത് വരുമ്പോഴത്തേക്ക്
ഫിനിഷ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് മോഡസ്റ്റും ആണ്. അത് സെയിം ടൈം നമുക്ക് കുറച്ച് വൈഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജ്വല്ലറി ഒക്കെ പെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ദിസ് ഇസ് ദി തേർഡ് കളർ. സെയിം പീച്ച് ഷെയ്ഡിലാട്ടോ എൻ്റെ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഇത് FBB 234 ആണ്, 2039 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ബുള്ളിയൻ നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്കാറ്ററിംഗ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് അല്ലേ. സെറ്റൂൺ ബോട്ടം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക് എന്ന് പക്ഷെ കാണുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിലും ചന്തേരി ഫിനിഷിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ദുപ്പട്ട സാറ്റിൻ ജോർജറ്റിലാണ് വരുന്നത്. സറ്റൂൺ ബോട്ടത്തിൻ്റെ കോമ്പിനേഷനാണ് ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എൻ്റയർലി ഡിഫറെൻറ്റ് ലുക്സ് അല്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ലൈൻ അതിനകത്ത് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു ഹെവിയർ ആയിട്ടുള്ള ഒരു ഫീല്. ലാസ്റ്റ് ഷെയ്ഡ് അല്ലേ? അതെ, ഒരു എന്താ പറയുക, ഒരു ബ്ലൂ അല്ലെ, ടീൽ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ദിസ് ഇസ് ലാസ്റ്റ്. അപ്പം ഒന്ന് പാർട്ടി വെയർ ലുക്കാണ് പ്രൊമിനൻ്റ്ലി. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു കാഷ്വൽ ഫീലിലുമാണ് വന്നിരിക്കുന്നത്. ചെക്ക് ബോത്ത് ദീസ് സെലക്ഷൻസ് അവിടെ www.aham.store. ടിഷ്യൂ ഓർഗൻസ. ടിഷ്യൂ ഓർഗൻസയിൽ നമ്മൾ പവർ ലൂമിലുള്ള സാരീസ് കണ്ടിട്ടുണ്ട്. ഇന്ന് പ്യുവർ ടിഷ്യൂ ഓർഗൻസയിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരി ഹാൻഡ് ഡൺ ചെയ്ത് വന്നേക്കുന്നത് അതേ ലുക്ക് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവൈലബിൾ ആക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ കാരിഗേഴ്സ് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ അതേ ഫീലിലാണ് ഞാനിപ്പോൾ ചൂടപ്പം പോലെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഫുൾ സാരി ടിഷ്യൂവിൽ പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്ന ഓർഗൻസ ഫാബ്രിക്കാണ്. ആ ഫാബ്രിക്കിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ്. ഫുൾ സാരിയിൽ കുഞ്ഞു കുഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി. ഇത് കണ്ടോ, 5 പെറ്റൽ ഫ്ലവേഴ്സ്, നമ്മുടെ 10 മണിപ്പൂ പോലെയൊക്കെ വരുന്ന 5 പെറ്റൽ ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മളിത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആരി, അതായത് ലൈറ്റ് ഗോൾഡൻ, അതായത് ബനാറസി ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ജെറിയുടെ കളർ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഇനി ഇതിനെ ഞാനൊന്ന് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ലുക്കും കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള ലുക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ സ്റ്റാർ ഓഫ് ദി ഡേ ആയിട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സിൽവറിഷ് കളറിലുള്ള ഈ ഒരു സാരി. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ്. ഒരു ചെറിയ പോപ്പി ഫ്ലവറിൻ്റെ ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ താമരമുട്ടിൻ്റെ ഒരു അബ്സ്ട്രാക്ട് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിപ്പം ഇത് ഫുള്ളായിട്ട് ഹാൻഡ് ഡൺ ചെയ്ത് വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇവിടെ എഡ്ജ് ഫിനിഷിങ് ടാസിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. ഞാൻ അതിന് മുമ്പ് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് വന്നേക്കുന്ന ലുക്കും കൂടെ വേഗം കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഞാൻ ആ സാരി ഡ്രേപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു എലിഗൻറ്റ് ലുക്ക്. ഞാനിപ്പോൾ ആ വെയർ ചെയ്തിരുന്ന സാരിയുടെ ബ്ലൗസിൻ്റെ കൂടെ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. എങ്കിലും ആ വർക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് ആ വർക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരിയും കൂടെ ചെസ്റ്റിൻ്റെ പോർഷനിലോട്ട് വരും. ഇതാണ് എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഫുൾ സാരി ഇതുപോലെ വരും, വിത്ത് ടാസിൽസ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനും അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ M101 എന്ന കോഡിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റൈലിംഗ് ലുക്കിൽ വെയർ ചെയ്യാനായിട്ട് ഹാൻഡ് പ്രോസസ്സിൽ, അതായത് ഹാൻഡിൻ്റെയും മിഷിൻ്റെയും കോമ്പിനേഷൻ ഇതിനകത്ത് എല്ലാ ഇതും വന്നിട്ടുണ്ട്. ടിഷ്യൂ ഓർഗൻസയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി 5 പെറ്റൽ ഫ്ലവേഴ്സ് പ്ലെയിൻ കളറിൽ വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ ഡീറ്റെയിലിംഗ് ഹാൻഡ് പെയിൻറ്റഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹാൻഡ് ആരി വർക്കിൻ്റെ ഔട്ട്ലൈൻ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 15,800 റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക.